വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഫെബ്രുവരി മാസം തൊഴിൽ വീതിയുടെ മൂന്നാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ആര്? ടൊവിനോ തോമസ്. 15ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച നടനുള്ള പുരസ്കാരം നേടിയതാര്? ടൊവിനോ തോമസ്. മികച്ച ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. സംവിധാനം ജൂഡ് ആന്റണി ജോസഫ്. മികച്ച ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. സംവിധാനം ജൂഡ് ആന്റണി ജോസഫ്. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും. മികച്ച സംവിധായകൻ അഖിൽ സത്യൻ. ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും. മികച്ച നടി അഞ്ജന ജയപ്രകാശ്. ചിത്രം പാച്ചുവും അത്ഭുതവിളക്കും. മികച്ച ബാലചിത്രം കൂവി. മികച്ച ബാലചിത്രം കൂവി. വൈകല്യങ്ങളോടു പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ക്യാഷ് അവാർഡ് നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏത്? വിജയാമൃതം. വൈകല്യങ്ങളോട് പൊരുതി ബിരുദാനന്തര പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം നേടുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ക്യാഷ് അവാർഡ് നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏത്? വിജയാമൃതം. സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതിന് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വിദ്യാകിരണം. സാമ്പത്തിക പരാധീനത മൂലം ദുരിതം അനുഭവിക്കുന്ന ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നതിന് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വിദ്യാകിരണം. ഭിന്നശേഷിക്കാർക്ക് 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമായ. ഭിന്നശേഷിക്കാർക്ക് 1 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ സഹായം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിരാമായ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ പരിപാലിക്കാൻ സാമൂഹിക നീതി വകുപ്പ് മുഖേന പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ പരിപാലിക്കാൻ സാമൂഹിക നീതി വകുപ്പ് മുഖേന പ്രതിമാസം 2000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി മാതൃജ്യോതി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനം കവചം ഉദ്ഘാടനം ചെയ്തത് എന്ന്? 2025 ജനുവരി 21. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനം കവചം ഉദ്ഘാടനം ചെയ്തതെന്ന്? 2025 ജനുവരി 21. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനം കവചം. ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനം കവചം. ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം. ദുരന്ത സാധ്യതയുള്ള മുഴുവൻ പ്രദേശങ്ങളെയും ഏകീകൃത മുന്നറിയിപ്പ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം. വിദൂര പ്രദേശങ്ങളിലും വിമാനത്തിലും അതിവേഗ ഇന്റർനെറ്റ് സംവിധാനം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമായ GSAT-N2-വിന്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. വിദൂര പ്രദേശങ്ങളിലും വിമാനത്തിലും അതിവേഗ ഇന്റർനെറ്റ് സംവിധാനം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹമായ GSAT-N2-വിന്റെ വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9. ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെ? പൂനെ. ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെ? പൂനെ. 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെ? ഉഗാണ്ട. 2024 ഡിസംബറിൽ ഡിങ്ക രോഗം റിപ്പോർട്ട് ചെയ്തത് എവിടെ? ഉഗാണ്ട. 2024 ഡിസംബറിൽ നോറ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെ? അമേരിക്ക. 2024 ഡിസംബറിൽ നോറോ വൈറസ് റിപ്പോർട്ട് ചെയ്തത് എവിടെ? അമേരിക്ക. 2025 ജനുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് രോഗം ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ്. 2025 ജനുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് രോഗം ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ്. ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് എവിടെ? ബാംഗ്ലൂർ. ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ് ആദ്യമായി ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ബാംഗ്ലൂർ.
നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷ, രണ്ടാമത് ഛത്തീസ്ഗഡ്, മൂന്നാമത് ഗോവ, നാലാമത് ജാർഖണ്ഡ്, അഞ്ചാമത് ഗുജറാത്ത്, കേരളത്തിന്റെ സ്ഥാനം 15. നീതി ആയോഗ് പുറത്തിറക്കിയ 2025 പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷ, രണ്ടാം സ്ഥാനം ഛത്തീസ്ഗഡ്, മൂന്നാം സ്ഥാനം ഗോവ, നാലാം സ്ഥാനം ജാർഖണ്ഡ്, അഞ്ചാം സ്ഥാനം ഗുജറാത്ത്, കേരളത്തിന്റെ സ്ഥാനം 15. സംസ്ഥാനങ്ങളുടെ സാമ്പത്തികം വിലയിരുത്താനായി നീതി ആയോഗ് പുറത്തിറക്കിയ സംവിധാനമാണ് സാമ്പത്തിക ഭദ്രതാ സൂചിക. സംസ്ഥാനങ്ങളുടെ സാമ്പത്തികം വിലയിരുത്താനായി നീതി ആയോഗ് പുറത്തിറക്കിയ സംവിധാനം സാമ്പത്തിക ഭദ്രതാ സൂചിക. നിലവിലെ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബറി. നിലവിലെ നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ്? സുമൻ കെ ബറി. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം ഏത്? തളിപ്പറമ്പ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഏപ്രിൽ മുതൽ നടപ്പിലാക്കി തുടങ്ങിയ പദ്ധതി ഇടം. തളിപ്പറമ്പ് മണ്ഡലത്തിലെ മുഴുവൻ പേരെയും ഡിജിറ്റൽ സാക്ഷരതയുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 ഏപ്രിൽ മുതൽ നടപ്പിലാക്കി തുടങ്ങിയ പദ്ധതി ഇടം. കേരളത്തെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പദ്ധതി ഡിജി കേരളം. കേരളത്തെ രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത സംസ്ഥാനമാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പദ്ധതി ഡിജി കേരളം. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, തിരുവനന്തപുരം. രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന ആദ്യ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ, തിരുവനന്തപുരം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരസഭ മൂവാറ്റുപുഴ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നഗരസഭ മൂവാറ്റുപുഴ. കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ്. കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ്. ചൈന വികസിപ്പിച്ച ചെലവും നിയന്ത്രണങ്ങളും കുറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഡീപ്സീക്ക്. ചൈന വികസിപ്പിച്ച ചെലവും നിയന്ത്രണങ്ങളും കുറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ഡീപ്സീക്ക്. ഡീപ്സീക്കിന്റെ പുതിയ പതിപ്പിന്റെ പേര് R1. ഡീപ്സീക്കിന്റെ പുതിയ പതിപ്പിന്റെ പേര് R1. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച ടെന്നീസ് താരം എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച ടെന്നീസ് താരം എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയത് നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ ഇത്തരം കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.